ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിരുന്ന എല്ലാവരെയും കർത്താവ് സൂക്ഷിച്ചു. ആപത്തിലും അനർത്ഥത്തിലും രോഗദുഃഖത്തിലൊക്കെയും കർത്താവ് വിടുവിച്ച ആ വലിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ കൃപയും കരുണയൊക്കെ അനുഭവിപ്പാൻ കർത്താവ് എല്ലാവർക്കും അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അല്പേർ ഇന്ത്യക്കായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭവനഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഈ കൂടാരമാകുന്ന ഞങ്ങളുടെ ഈ ഭവനം അതഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ചുമ്മാതല്ല ഞങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുന്നത്. ഞങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ഭൂമിയിലൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം അഴിഞ്ഞു പോയാലും ഭൂമിയിലുള്ള ഈ ഭൗമ ശരീരം അഴിഞ്ഞു പോയാലും ഞങ്ങൾക്ക് സ്വർഗത്തിൽ വലിയവനായ ദൈവം ഒരു കെട്ടിടം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറയാണ്, എൻ്റെ കൂടാരം, നമ്മുടെ ശരീരം എന്ന കൂടാരം അത് അഴിഞ്ഞു പോകുവാൻ സമയമായിരിക്കുന്നു. പത്രോസ് പറയുന്നു, ഈ ശരീരം എന്ന കൂടാരം, ഈ ഭൂമിയിലെ കൂടാരം, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതിൻ്റെ കൂടാരം അത് അഴിഞ്ഞു പോകുവാൻ സമയമായിരിക്കുന്നു. അതഴിഞ്ഞു പോയാലും എനിക്കൊരു പ്രത്യാശ, എനിക്ക് അക്കരെ ഒരു ഭവനമുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവരുടെ ഹൃദയം കലങ്ങിപ്പോകുന്ന കണ്ടിട്ട് യേശു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കുവാനിടയായി തീരണം. കാരണം കർത്താവ് പറയുകയാണ്, പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്നിട്ട് പറയുക, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് സ്തോത്രം, നിങ്ങളെ പിന്നെയും വന്ന് ഞാൻ ചേർത്ത് കൊള്ളാം. ദൈവത്തിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ചേർക്കുവാനിടയായി തീരും. അതിന് ഞാൻ പിന്നെയും മടങ്ങി വരുന്നൊരു ദിവസമുണ്ട്. കാരണം ഞാൻ പോകേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോകുന്നത് ആവശ്യം. എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ അയക്കുന്നു. അവൻ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളെ സത്യത്തിൽ വഴി നടത്തും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇതെല്ലാം നിന്നോട് കൂടെയിരിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു പോകേണ്ട. കാരണം നിനക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യഭവനമുണ്ട്. ഈ ഭൂമിയിലെ ഭവനം അഴിഞ്ഞു പോയാലും നിന്റെ കൂടാരം, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നിന്റെ കൂടാരം അഴിഞ്ഞു പോയാൽ നീ ഭയപ്പെടേണ്ട. ഒരു ഭവനം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ചമയ്ക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, ഈ കൂടാരം, എൻ്റെ ശരീരമാകുന്ന കൂടാരം അഴിഞ്ഞു പോകാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം അവിടെ ഒരുക്കുകയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് തൻ്റെ വിശുദ്ധരെ, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ജനത്തെ വീണ്ടെടുക്കുവാൻ കർത്താവ് ഭൂമിയിൽ വന്നെങ്കിൽ, കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നു പോയിരിക്കുന്നത് താൻ വീണ്ടെടുത്ത വിശുദ്ധന്മാരെ, തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത വിശുദ്ധന്മാരെ, തൻ്റെ രക്തത്താൽ തിരഞ്ഞെടുത്ത വിശുദ്ധന്മാരെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് കൂട്ടിവരുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ എന്നെ ശ്രമിക്കുന്ന ദൈവവിതരെ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട്, ഈ കൂടാരത്തിരിക്കുന്നിടത്തോളം നമ്മൾ ഞരങ്ങി വിഷമിച്ച് ഭാരപ്പെട്ട് ഈ കൂടാരത്തിൽ വസിക്കുന്നുവെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടത്തെ ജീവിതം അല്പകാലം മാത്രമാണ്. എന്നാൽ നമുക്കൊരു നിത്യഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഒരു നിത്യമായ ഭവനം നമുക്ക് വേണ്ടി പണിയുന്നുണ്ട്. അവിടെ നാം കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും നമുക്കവിടെ കർത്താവിനോട് കൂടെ പാർക്കുവാൻ, കർത്താവിനോടുകൂടെ വാഴുവാൻ നമുക്ക് കർത്താവ് അവിടെ ഒരു അവസരം ഒരുക്കുവാനിടയായിത്തീരുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായി സ്വർഗത്തിലൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. കൈപ്പണിയല്ലാത്ത
ഒരു ഭവനം അവിടെ ഉണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാം, അതിനായി ഒരുങ്ങാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. പല സ്ഥലങ്ങളിൽ, ഹോസ്പിറ്റലുകൾ, ഭവനങ്ങൾ, പല മേഖലകളിൽ രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കരം തൊട്ട് അവരെ സൗഖ്യമാക്കണമേ. ഒരത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലയ്ക്കുന്നതിനായ സ്തോത്രം പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു. ആമേൻ.